RBIയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് നമ്മൾ വാർത്തകളിൽ കേട്ട ഒരു ടേമാണ് അല്ലേ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. മണി സപ്ലൈ സ്വാധീനിക്കുന്നതിനായിട്ട് ഈ RBI സെക്യൂരിറ്റീസ് ഓപ്പൺ മാർക്കറ്റിൽ, അതായത് പബ്ലിക്കിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെയാണ് ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ലിക്വിഡിറ്റി കൈകാര്യം ചെയ്യുന്നതിനും സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും RBI വളരെയധികം കടപ്പെട്ടിരിക്കുന്ന ഒരു ടൂളും കൂടിയാണ് ഈ പറയുന്ന ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇങ്ങനെ ബാങ്കിങ് സിസ്റ്റത്തിലെ ഫണ്ടുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിലും അതുപോലെ തന്നെ പലിശ നിരക്ക് നിയന്ത്രിക്കുന്നതിലും പണപ്പെരുപ്പത്തെ റെഗുലേറ്റ് ചെയ്യുന്നതിലും എല്ലാം, അതായത് ഇൻഫ്ലേഷനെ റെഗുലേറ്റ് ചെയ്യുന്നതിലും എല്ലാം ഈ പറയുന്ന ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷന് ഒരു വലിയ റോള് തന്നെയാണ് ഉള്ളത്. RBI സർക്കാർ സെക്യൂരിറ്റികൾ വാങ്ങുമ്പോൾ അത് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് പണം കൊണ്ടുവരികയും ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം പലിശ നിരക്ക് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി RBI ഈ സർക്കാർ സെക്യൂരിറ്റികൾ വിൽക്കുകയാണെങ്കിലോ ഇത് ഈ എക്കോണമിയിൽ നിന്ന് പണം അബ്സോർബ് ചെയ്തുകൊണ്ട് ആ ഒരു പലിശ നിരക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ ഡിമാൻഡ് കൂടും. ഇങ്ങനെ ഈ എക്സസ് ഡിമാൻഡ് നിയന്ത്രിക്കുന്നത് വഴി പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷനും അവിടെ നിയന്ത്രിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ പണപ്പെരുപ്പത്തെ അതുപോലെ സാമ്പത്തിക വളർച്ചയെ അതോടൊപ്പം വിനിമയ നിരക്കിനെ ഒക്കെ നിയന്ത്രിക്കുന്നതിൽ ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷന് പ്രധാന പങ്കാണ് ഉള്ളത്.